ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? എൻ്റെ പേര് റിയ എന്നാണ്. റിയ എന്നാണ്. അപ്പോൾ ചേച്ചി, നമ്മൾക്ക് ഈ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾക്ക് എന്തായിരിക്കും മെയിനായിട്ട് റീസൺ? അടുത്തിടെ നടന്ന കൊലപാതകങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ മാഫിയയുടെയും സിന്തറ്റിക് ലഹരിയുടെയും പുറത്താണ് നടന്ന കൊലപാതകങ്ങൾ. 24 വയസ്സ് അമ്മയെ കൊന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കൊന്നു, കുടുംബ വഴക്കിന് എതിരായിട്ട് കൊന്നു, കള്ളു കുടിച്ച് വന്നിട്ട് ഭാര്യ ഭർത്താവിനെയും തലക്കടിച്ച് കൊന്നു എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പിന്നെ കുറേ നമ്മുടെ വഴിവിട്ട ബന്ധങ്ങളിലൂടെ വരുന്ന കൊലപാതകങ്ങളും അവിടെ വരുന്നുണ്ട്. അത് രണ്ടുമാണ് ഇപ്പോൾ ഈ 2-3 മാസങ്ങളായിട്ടുള്ള കൊലപാതകങ്ങളുടെ കാരണം. അതാണ് മാഫിയ കുറച്ചും കൂടെ കർശനമാക്കി കഴിഞ്ഞാൽ സിന്തറ്റിക് മാഫിയ വരുന്നുണ്ട്. അത് ലഹരി ഉപയോഗങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ തന്നെ പല കൊലപാതകങ്ങളും ഇവിടെ അവസാനിക്കും. കുട്ടികളുടെ ഭാവികൾ സുരക്ഷിതമാവും. 24 വയസ്സുള്ള പിള്ളേരൊക്കെ ജയിലിൽ പോയി ഇരുന്നിട്ട് പിന്നെ വരുന്നത് അടുത്ത ഗോവിന്ദസ്വാമിയായിട്ടോ ബാക്കിയുള്ളതായിട്ടാണ് വരുന്നത്. അതാണ് തടയേണ്ടത്. അപ്പം എങ്ങനെ ഈ കൊലപാതകങ്ങൾ തടയാം, എങ്ങനെ ഈ മാഫിയക്കെതിരെ പ്രവർത്തിക്കാം, എങ്ങനെ ഈ ലഹരി ഇല്ലാതാക്കാം, കേരളത്തിൽ നിന്ന് വരുന്നതിനെ എങ്ങനെ തടയാം, അതാണ് ആദ്യം ഗവൺമെൻറ് ചെയ്യേണ്ടത്. അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ പല കൊലപാതകങ്ങളെയും പരമ്പരകളും ഇവിടെ അവസാനിക്കും. കൊല്ലത്തും ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടന്നിരിക്കുന്ന അപകടങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തു വരുന്നത്. അതും അവിടുത്തെ പ്രത്യേകതയാണോ അല്ല എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. നമ്മളിപ്പോൾ കുറേ ന്യൂസ് കാണുന്നത് മുഴുവൻ കൊല്ലത്ത് അതാണ് കാണുന്നത്. അതാണ് പറയാനുള്ളത്. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? റോയിലെ. അപ്പോൾ ചേട്ടാ, നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ ഈ അടുത്ത് തന്നെയായിട്ട് ഒരുപാട് കൊലപാതകങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ചേട്ടൻ്റെ ഒരു കാരണമായിട്ട് എന്തായിരിക്കും ചേട്ടന് തോന്നുന്നത്? കൂടുതലും കൊലപാതകം നടക്കുന്നത് രാഷ്ട്രീയ മേഖലയിലാണ്. രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് ക്യാമ്പസുകളിൽ ഒരു കൊലപാതകം നടക്കുന്നുണ്ട്. ബിസിനസ് മേഖല നടക്കുന്ന കൊലപാതകങ്ങളുണ്ട്. ഇത് ഏത് തരംതിരിച്ച് പറയാൻ നമുക്ക് ക്രൈം റിപ്പോർട്ടുകൾ നമുക്ക് അനലൈസ് ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ പോലും കൂടുതലും നടക്കുന്നത് ഏത് രാഷ്ട്രീയമാണെങ്കിലും ഏത് ബിസിനസ് ആണെങ്കിലും ഏത് തെറ്റിദ്ധാരണ പുറത്താണെങ്കിലും ഒരു ഇടുങ്ങിയ ചിന്താഗതിയുടെയും പെട്ടെന്നുള്ള പ്രകോപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും അടിപിടികളും വർദ്ധിക്കുന്നത്. ചെറിയ തെറ്റിദ്ധാരണ സുഹൃത്തുക്കളായിരുന്നവർ തമ്മിലാണ് അടിപിടികളും കൊലപാതകവും നടക്കുന്നത്. അപ്പോൾ അപരിചിതർ തമ്മിൽ അടിയും കൊലപാതകവും വളരെ വിരളമാണ്. ഏറ്റവും സുഹൃത്തുക്കളായിരുന്നവർ തമ്മിൽ നടക്കുന്നത് ഏതെങ്കിലും ചെറിയ ക്ലാഷ്, അവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമായിരിക്കാം. അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സംഭവങ്ങളിലൂടെ പോയിട്ടാണ് പെട്ടെന്ന് ഉന്തും തള്ളും കൊലപാതകങ്ങളിലേക്കും നയിക്കുന്നത്. ആക്ച്വലി അതൊരു ഇടുങ്ങിയ മനസ്സിൻ്റെ ചിന്താഗതിയാണ്. അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. പെട്ടെന്ന് അത് വർക്കൗട്ട് ചെയ്യും. കൂട്ടുകാരൻ മധ്യയിലാണെങ്കിൽ അവൻ പറഞ്ഞത് എന്നെ ഇൻസൾട്ട് ചെയ്തോ, എൻ്റെ കൂട്ടുകാർക്ക് എന്ത് തോന്നും, അതുകൊണ്ട് ഞാൻ അവിടെ ഹീറോ ആയില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് കരുതി ആളുകൾ കൂടുതലും അപകടത്തിലേക്കും അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളിലേക്കും പെട്ടെന്ന് കടന്നു വരുന്നുണ്ട്. ഇതാണ് ഒരു മെയിനായിട്ടുള്ളൊരു കാര്യങ്ങൾ. പിന്നെ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ അത് വളരെ ദുർലഭമാണ്. ഇന്ത്യയിൽ ലൂപ്പ് ഹോളുകൾ ധാരാളമുണ്ട്, രക്ഷപ്പെടാനുള്ള പഴുതുകൾ ധാരാളമുണ്ട്, വാദിക്കാനുള്ള വക്കീലുമുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഏത് കുറ്റകൃത്യം ചെയ്താലും ജയിലിൽ പോലും സമൃദ്ധിയായ ഫുഡാണ്, സമൃദ്ധിയായ ജോലിയാണ്. അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ നമുക്ക് അനായാസമായി ചെയ്യാം. കുറച്ച് 2-3 വർഷം കിടക്കേണ്ടി വന്നാലും വലിയ പരിക്കില്ലാതെ തിരിച്ച് നാട്ടിലേക്ക് വന്ന് വേറെ എന്തെങ്കിലും ജീവിക്കുക എന്നുള്ള ഒരു ടെൻഡൻസി ആയിട്ട് നമ്മൾ നിയമം കർശനമാക്കണം. കുട്ടികളെയുള്ള കൗൺസിലിംഗ് ശക്തമാക്കണം. അത് രണ്ടും പ്രധാനപ്പെട്ട വിഷയമാണ്.